എന്താണെന്ന് വെച്ചാൽ ബിന്ദു ഒരു വീഴ്ചയുടെ രക്തസാക്ഷിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് പൊതു സംവിധാനങ്ങളെ വിശ്വാസമർപ്പിച്ച് അവിടേക്ക് പോയിട്ട് മകളുടെ ചികിത്സാവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിന്ന് ഈ മണ്ണിനടിയിലായിപ്പോയ ആ ബിന്ദു വീട്ടമ്മ ഇന്ന് കഴിഞ്ഞ ദിവസം വരെ നമുക്കറിയില്ലാതിരുന്ന ആ ആള് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളെ സംവിധാനങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൻ്റെ രക്തസാക്ഷിയാണ്, അവരുടെ ഒരു വീഴ്ചയുടെ രക്തസാക്ഷിയാണ്. ഈ സർക്കാരിനെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രിയെയും അവിടെ പ്രതികരണം മാറിയ മറ്റു മന്ത്രിമാരെയൊക്കെ കുറ്റപ്പെടുത്തേണ്ടത്, അത് കുറ്റപ്പെടുത്താം. അതിൻ്റെ അളവിൽ ഒരു കാര്യം കൂടിയുണ്ട്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, അത് ഏറ്റെടുക്കുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് സർക്കാരിന് ആ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ സംഭവിച്ചത് എന്താണ്? ഇന്നലെ എല്ലാം ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ആയാലും മന്ത്രി വി എൻ വാസവൻ ആയാലും ഒക്കെ വന്ന് പ്രതിരോധിക്കുകയാണ്. ആദ്യം തന്നെ അങ്ങനെ ഇത് സർക്കാരിനെതിരെ ഒരു ആരോപണമായി ഇതാ ഒരു പ്രശ്നം വരുന്നു എന്ന മട്ടിൽ അതിനെ കാണുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അതാണ് വിമർശനത്തിന് പ്രധാന കാരണമായതും. അതിനു പകരം ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് സർക്കാർ, അല്ലെങ്കിൽ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന ബോധം പൊതുജനത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും ഇവർക്ക് രണ്ടു കൂട്ടർക്കും.